ബന്ധുജനങ്ങളെ, ആരാധ്യരായ സഹപ്രവർത്തകരെ, അഖില കേരള തന്ത്രിമണ്ഡലത്തിന്റെ തിരുവനന്തപുരം ജില്ലയുടെ 11ാമത് സമ്മേളനത്തിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ വെളിപ്പെടുത്തട്ടെ. ഒരുപാട് അഭിമാനവും തോന്നുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ. തങ്ങളുടെ കർത്തവ്യം എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ കർത്തവ്യം നിറവേറ്റാനുള്ള പരിപൂർണമായ ശ്രദ്ധയും സാധനയും ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളതിലാണ് ഒരുപാട് സന്തോഷമുള്ളത്. നമുക്കറിയാം, സനാതനധർമ്മം ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കും. അത് നിലനിൽക്കും എന്ന് പറയുമ്പോഴും തനിയെ നിലനിൽക്കില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ അശ്രാന്തമായ പരിശ്രമം ആ വിഷയത്തിൽ ആവശ്യമാണ് എന്നുള്ളത്. തനിയെ നിന്നോളും എന്ന് വിചാരിച്ചാൽ ലോകമെമ്പാടും ഒരുപക്ഷെ നമ്മൾ പ്രാചീന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലായിടത്തും ഉണ്ടായിരുന്നത് ഇതിന് സമമായ സംസ്കാരം തന്നെയാണ്. വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും പ്രകൃതി ആരാധനയും എല്ലാം ഉണ്ടായിരുന്ന സംസ്കൃതി തന്നെയാണ് ലോകത്തെ എല്ലായിടത്തും നിലനിന്നിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും അത് അപ്രത്യക്ഷമായി എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത പാഠമാണ്. അപ്പോ സനാതനധർമ്മം സനാതനമായി നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ സനാതനധർമ്മത്തെ സനാതനമാക്കി നിലനിർത്തണം എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമുക്കിതിനെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. നിലനിൽക്കും എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. കാരണം തന്നെ അങ്ങ് നിന്നോളും. നമ്മൾ എന്ത് ചെയ്താലും തന്നെ നിന്നോളും. ഒരാൾക്ക് മരണമില്ല, കാലമില്ലാത്ത കാലം എന്നൊക്കെ പറഞ്ഞ പോലെ മരണമില്ലാത്ത കാലമാണ് എന്നറിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും രോഗം വന്നാൽ ആസ്പത്രിയിലേക്ക് ഓടും. എന്തായാലും ഇപ്പൊ ഇത് ലേശം ദിവസം കഴിഞ്ഞാൽ മാറും. ഇപ്പൊ ഒന്ന് തുമ്മിയാൽ ഓടണം. എന്തുകൊണ്ടാ? നമുക്ക് പേടിയുണ്ട്, എന്താ സംഭവിക്കുക എന്നറിയില്ല. അപ്പോ അങ്ങനെ ഒരു ഭയം ഇല്ലെങ്കിൽ നമ്മൾ ആരും നമ്മുടെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കുകയോ രോഗസമയത്ത് കൃത്യമായി ചികിത്സിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല, എത്ര കാലം ജീവിക്കും എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ധർമ്മം സനാതനമാണ്, ഇതിനൊരിക്കലും നാശമില്ല. പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പൊ ദ്വാരപാലക വിഗ്രഹമേ പോവുകയുള്ളൂ. അയ്യപ്പനെ അറിയാൻ വയ്യ, അയ്യപ്പൻ അവിടെ ഉള്ളത് സാക്ഷാൽ അല്ലേ, പഴയ വിഗ്രഹം തന്നെയാണോ, ഇനി അതൊക്കെ ഭഗവാൻ പുറത്തു കൊണ്ടുവരട്ടെ. അപ്പൊ അതെന്നെ കൊണ്ടായാലും ഇപ്പൊ എന്താ, ഗുരുവായൂരില്ലെങ്കിൽ എന്താ, ശബരിമല ഇല്ലെങ്കിൽ എന്താ, വൈക്കോ ഇല്ലെങ്കിൽ ഇത് ഇല്ലെങ്കിൽ എന്താ, ഈ ധർമ്മം നിലനിൽക്കൂലോ. പിന്നെ ഇപ്പൊ നമുക്കെന്താ, കത്തണ വിലക്ക് ഊരണ കഴിക്കോല് ലാഭം എന്ന് വിചാരിച്ച് അതുമായി കൊണ്ടുപോകണവരത് കൊണ്ടുപോവുകയും ചെയ്യും. കണ്ടു നിൽക്കണവർ അവരായി അവരുടെ പാടായി. നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഏതായാലും ഇതിന് വലിയ കുഴപ്പമൊന്നും പറ്റില്ല, ഏത് വര കത്തിയാലും ഏത് കഴുക്കോലും ഊരിയാലും ഇതിനൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ നിസ്സംഗരായി നിർവികാരരായി വെറും കാഴ്ചക്കാരായി മറ്റുള്ളവരും മാറി നിൽക്കുമ്പോൾ ഒരിക്കലും ഈ ധർമ്മത്തെ സനാതനമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ സനാതനമായി നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നമ്മുടെ മനസ്സിൽ നിലനിർത്തണം എന്നുള്ള ആ ബോധമാണ് ഉണ്ടാവുക. വളരെ മുമ്പ് ഒരു പ്രഭാഷണത്തിൽ കേട്ട ഉദാഹരണം, അത് വളരെ ശരി, പല വേദികളിലും പലരും ആവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് കാരണം നമ്മളിലേക്ക് ആ ഒരു കർത്തവ്യ ബോധം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മൾ ഈ കെടാവിളക്ക്, ഈ വേദിയിൽ അതൊന്നും പറഞ്ഞു തരണ്ടല്ലോ അല്ലെ, കെടാവിളക്ക് എന്താന്നുള്ളത്. കെടാവിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ധരിക്കണത് കെടാത്ത വിളക്ക് എന്നാണോ, അതോ കെടാൻ പാടില്ലാത്ത വിളക്ക് എന്നാണോ? കെടാത്ത വിളക്ക് ഒരിക്കലും ഇല്ലല്ലോ. കാറ്റ് കയറിയ കെടും, എണ്ണ തീർന്നാൽ കെടും, തിരി കയറിയ കെടും, കരി കയറിയ കെടും, ഉറപ്പാ. അപ്പൊ പറയുന്നത് നമ്മൾ കെടാവിളക്ക് എന്നാണ്. പക്ഷെ കെടാത്തൊരു വിളക്കില്ല. ആ വിളക്ക് കെടാവിളക്കായി നിൽക്കണമെങ്കിൽ നിതാന്തമായ ശ്രദ്ധ വേണം. നമ്മളതിൽ എണ്ണ കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കണം, കാറ്റ് കയറുന്നുണ്ടെങ്കിൽ തടയണം, കരി കയറുന്നുണ്ടെങ്കിൽ തട്ടിക്കൊടുക്കണം, തിരിയുണ്ടോ നോക്കണം. അങ്ങനെ നിതാന്തമായ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ കെടാവിളക്കിനെ കെടാവിളക്കാക്കി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് സനാതനധർമ്മവും. നിതാന്തമായ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെ എന്ന് നമുക്ക് ജീവിതം കൊണ്ട് തെളിയിച്ചു തന്ന രണ്ട് മഹത്പ്രതിഭകൾ അല്ലെങ്കിൽ മഹാശക്തികളുടെ ആ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ദീപം തെളിച്ച് അല്ലേ, ഒന്ന് കേരളത്തിന്റെ സൃഷ്ടിക്ക് കാരണഭൂതനായ പരശുരാമസ്വാമികളും, മറ്റൊന്ന് കേരളത്തിന്റെ പുണ്യം എന്ന് പറയാവുന്ന കാലടിയിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞപീഠം കയറിയ ശങ്കര ഭഗവത്പാദർ. ഈ രണ്ടുപേരെ മുൻനിർത്തിക്കൊണ്ട് തന്ത്രിമണ്ഡലം എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ലക്ഷ്യം, എന്തായിരിക്കണം മാർഗം. ഒരു പക്ഷെ നിങ്ങൾക്കൊരു ബൈലോ ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ ബൈലോ വായിച്ചിട്ടില്ല. ഒന്നും വായിക്കേണ്ട, എന്റെ ബൈലോ ഇതാണ്, ഇത് കാണുന്നു. ആരെ മുൻനിർത്തിയാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ലക്ഷ്യം, എന്താണ് മാർഗം. ഈ രണ്ട് പേരെ അല്ലെങ്കിൽ ഈ രണ്ട് ശക്തികളെ ആരാധിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവരാണ് ഞങ്ങളെ നയിക്കുന്നത് എന്ന് വിചാരിക്കുന്നതിലൂടെ എന്താണ് അഖില കേരള തന്ത്രിമണ്ഡലത്തിന്റെ മാർഗവും ലക്ഷ്യവും എന്ന്
ഏതൊരാൾക്കും പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് മനസ്സിലാക്കാം. അതിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്, അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായ കർത്തവ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കേരളത്തിന്റെ സൃഷ്ടിക്ക് ഭൂതനായ പരശുരാമ മഹർഷിയുമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു, ശബരിമലയടക്കം നമ്മെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. 2018-19 കാലഘട്ടങ്ങളിൽ അയ്യപ്പ ഭക്തർ കണ്ണീരും കയ്യുമായി ലോകമെമ്പാടും നിന്നത് നമ്മൾ ആരും മറന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അതുമായി അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാം അയ്യപ്പൻ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുക. ആ 2018-19 കാലഘട്ടത്തിൽ അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു തുള്ളി വെള്ളവും പാഴായി പോകില്ല എന്നുള്ളത് ഇപ്പൊ നമുക്ക് വിശ്വാസമായിട്ടുണ്ട്. കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊട്ട് അങ്ങോട്ടുള്ളവരെല്ലാം നമുക്ക് മുന്നിൽ ഏത്തമിട്ട് സാഷ്ടാംഗം നമസ്കരിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് അവരൊക്കെ ആരാണ് എന്ന് കൃത്യമായി അയ്യപ്പൻ പൊളിച്ചടുക്കി തന്നുകൊണ്ടിരിക്കുക. ഇത്തിരി ഒന്ന് വൈകി എന്ന് പറയാൻ വയ്യ അല്ലേ. നമ്മളെന്താ ചെയ്യാന്ന് അയ്യപ്പന് നോക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം എല്ലാ അയ്യപ്പൻ തന്നെ ചെയ്തു തന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് നമ്മളെന്താ ചെയ്യാന്നൊന്നുകൂടെ കാത്തിരുന്നുണ്ടാവും. ഇപ്പൊ അയ്യപ്പന്റെ കളി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാനൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നു. അത് മുതൽക്കുള്ള എല്ലാം പൊളിച്ചടുക്കി നമ്മുടെ മുമ്പിൽ വരും. അവിടെയും നമ്മൾ ചിന്തിക്കുക, നമുക്ക് എവിടെയാണ് അത്തരം വിഷയങ്ങളിൽ, ഇത്തരമല്ല അങ്ങനത്തെ നൂറ് വിഷയങ്ങളുണ്ട്. ഇവിടെ നേരത്തെ മാനനീയ അധ്യക്ഷൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ അത് എത്രമാത്രം അറിയാം എന്നുള്ളത്. അപ്പോൾ എന്നെക്കാൾ നന്നായി അറിയാവുന്നവരാ നിങ്ങൾ ഒക്കെ കേട്ടോ. ഒരിക്കൽ ശബരിമലയിൽ ഒരു മുൻ മേൽശാന്തി ഗൃഹത്തിൽ പോവാൻ ഇടയായി. അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ അവരുമായുള്ള ഇന്ററാക്ഷൻ എന്ന് കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊക്കെ അത് കൂടുതൽ അറിയാം. ഒരു 100-ലധികം കാര്യങ്ങൾക്ക് ഒരു നയാ പൈസ ഇങ്ങോട്ട് തരാതെ പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ വൗച്ചർ എഴുതി കൊടുക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടോന്ന് പറഞ്ഞു. ഒരു 100-ലധികം സംഗതികൾക്ക്, അത് ചിലപ്പോൾ കീഴ്ശാന്തിമാർക്ക് കൊടുക്കേണ്ടുന്ന മറ്റേ ഡെയിലി ബത്തക്കുള്ളതായിരിക്കാം, എന്തിനെ കൂവളത്തെ അവിടെ വന്ന കൂവയുടെ ഇലയുണ്ടല്ലോ അതിനടക്കം വൗച്ചർ സംഘടിപ്പിക്കുന്ന ഞങ്ങളാണെങ്കിലും അതിന്റെ കാശ് എന്ന് പറഞ്ഞിട്ട് വൗച്ചർ ദേവസ്വം ബോർഡിന് ഒരു 100-ലധികം സാധനങ്ങൾക്ക് ഒരു നയാ പൈസ ഇങ്ങോട്ട് തരാതെ അങ്ങോട്ട് വൗച്ചർ എഴുതി കൊടുക്കേണ്ടുന്ന ഗതികേടിലാണ് ഞങ്ങളിൽ പലരും നിൽക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തരുടെ കാരുണ്യം കൊണ്ട് അവരുടെ വിശ്വാസം കൊണ്ട് സമർപ്പിക്കുന്ന ദക്ഷിണയുടെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് പലരും ഇത് പലപ്പോഴും പുറത്തു പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ 100-ലധികം കാര്യങ്ങൾക്ക് പലപ്പോഴും അപ്പൊ ഇങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിനകത്തുള്ളവർക്ക് കൂടുതൽ നന്നായി അറിയാം. പക്ഷെ പുറത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും പലർക്കും ഇല്ല, പുറത്ത് പറയാനുള്ള ധൈര്യവും പലർക്കും ഇല്ല എന്നുള്ളതാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് പറയുമ്പോൾ, അല്ല ഇത് ഞങ്ങൾ പ്രതിഷേധിക്കുന്നേക്കാൾ നല്ലത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരികയും ഞങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതല്ലേ അതിന്റെ ശരി എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. ഞങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ശബരിമല എന്നുള്ളത് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മേൽശാന്തി ആവുക എന്നോ കീഴ്ശാന്തി ആവുക എന്നുള്ളതോ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി മാറ്റി നിർത്തും. അപ്പോ ചിന്തിക്കൂ, ആരാണ് ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ അടിമകളാക്കി പോലും മറ്റുള്ളവർ കൊണ്ടു നടക്കുന്നുവോ എന്ന് തോന്നുന്നിടത്ത് ഭാർഗവരാമസ്വാമി മറ്റേ പരശുരാമസ്വാമികൾ മഹർഷി നമുക്ക് വലിയ സന്ദേശം പകർന്നു തരുന്നുണ്ട്. എന്താ പരശുരാമ അവതാരത്തിന്റെ അവതാര ദൗത്യം എങ്ങനെയാ നിറവേറ്റിയത്? നമ്മളൊക്കെ അല്ലെ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകും. എണ്ണിക്കൊണ്ട് 21 വട്ടം ക്ഷത്രിയ കുലത്തെ ഇല്ലാതാക്കിയ പരശുരാമൻ. ഇതെന്താ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദിയും? എന്നാലോചിച്ച് നോക്കും നമ്മള് അല്ലെ. ക്ഷത്രിയൻ എന്നൊരു വംശം ഇല്ലാതെ മുടിപ്പിക്കാൻ തന്റെ വെൺമഴുവും ചുഴറ്റി അങ്ങനെ നടന്ന് ക്രോധത്തിന്റെ പര്യായ മൂർത്തിയായി ക്ഷത്രിയന്മാരെ മുഴുവൻ നിഗ്രഹിച്ച മൂർത്തി. ഇതിപ്പോ എന്താ ഹിന്ദുക്കളിൽ തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മനുഷ്യ കുലത്തെ അങ്ങനെ ഇല്ലാണ്ടാക്കിയെന്നാ പറയണത് ക്ഷത്രിയന്മാർ. എന്നാൽ പരശുരാമൻ ശ്രീരാമാവതാരവുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. അറിയാലോ, രാമായണം വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. രണ്ടുപേരും വൈഷ്ണവ അവതാരാണ്. ഈ 2 വൈഷ്ണവ അവതാരവും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. അത് എപ്പോഴാണ്? സീത സ്വയംവരം കഴിഞ്ഞ് സീത അവരെ തിരിച്ചു വരും, വിവാഹത്തിന് ശേഷം തിരിച്ചു വരുമ്പോ വഴിക്ക് വെച്ച് ഈ ക്രോധമൂർത്തി തടഞ്ഞു നിർത്തുകയാണ്. ഞാൻ ഒഴിഞ്ഞുണ്ടോ അല്ലെ മറ്റൊരു രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ എന്നൊക്കെ ചോദിച്ച കഥകളിയിലാണെങ്കിൽ ഒന്നുകൂടി കാണാൻ നമുക്കൊരു ഇതുണ്ടാവില്ല. ആ പരാക്രമമൊക്കെ കാട്ടുന്ന ശരിക്കും പരാക്രമം ചവിട്ട് തന്നെയാണ് അവിടെ ചെയ്യണത്. സ്വന്തം ശ്രീരാമചന്ദ്രനെ തടുത്തു നിർത്തുന്നു. അവര് തമ്മിൽ പോരാടുന്നു. അവസാനം തന്റെ വൈഷ്ണവ ചൈതന്യം കൂടി ശ്രീരാമചന്ദ്രനിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. അതെന്താ? ശ്രീരാമൻ ക്ഷത്രിയനല്ലേ? ക്ഷത്രിയരെ മുഴുവൻ നിഗ്രഹിക്കുക എന്നുള്ളതല്ലേ പരശുരാമമൂർത്തിയുടെ അവതാര ലക്ഷ്യം? എന്നിട്ട് എന്തേ മറ്റൊരു ക്ഷത്രിയനായ ശ്രീരാമനിലേക്ക് തന്റെ ചൈതന്യം പകർന്നു കൊടുത്തത്? എന്തേ ശ്രീരാമചന്ദ്രന് രാമരാജ്യത്തിന്റെ അല്ലെ പിന്നെ വിധി നിയന്ത്രണാവായി വാണുകൊള്ളാനുള്ള
അനുവാദം കൊടുത്തുകൊണ്ട് പോയത്? എന്തേ ആ ക്ഷത്രിയനെ നിഗ്രഹിക്കാത്തത്? അവിടെയുണ്ട് നമുക്കെല്ലാം. എണ്ണിക്കൊണ്ട് 21 വട്ടം ക്ഷത്രിയ കുലത്തെ നിഗ്രഹിച്ചു എന്നാൽ ക്ഷത്രിയൻ സമം അധികാരമാണ്. ക്ഷത്രിയൻ അധികാരമാണ്. എനിക്ക് തോന്നുന്നു മര്യാദ പുരുഷോത്തമനായി ധർമ്മവിഗ്രഹമായി ലോകത്തിലേക്ക് ഏറ്റവും മര്യാദ അല്ലെങ്കിൽ ധർമ്മമനുസരിച്ച് ഭരിച്ച ഭരണാധികാരിയായി നമ്മൾ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തുന്നു. എങ്കിൽ ആ ശ്രീരാമചന്ദ്രൻ പരശുരാമ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു മര്യാദ പുരുഷോത്തമൻ ഉണ്ടായെങ്കിൽ, അങ്ങനെ ഒരു ഭരണകർത്താവ് ഉണ്ടായെങ്കിൽ, ആ ഭരണകർത്താവിനെ ഉണ്ടാക്കിയ ജനാധിപത്യ ബോധത്തിന്റെ പേരാണ് പരശുരാമൻ എന്നുള്ളത്. ക്ഷത്രിയൻ അധികാരം എന്നാണെങ്കിൽ സ്വന്തം പ്രജകളോട് തങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം നിറവേറ്റാതെ നടത്തുന്നവരെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട്, ആ അധികാര കുലങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ട്, പ്രജകളെ സ്വന്തം മക്കളെ പോലെ കരുതുന്ന, തങ്ങൾക്ക് എത്ര വിരുദ്ധമായി ചിന്തിക്കുന്നവരാണെങ്കിലും അവർക്കും അധികാര അവകാശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ചാർവാകന്മാർക്ക് വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുമൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ശ്രീരാമചന്ദ്രൻ എന്ന ഭരണാധികാരിയുടെ സൃഷ്ടിയാണ് പരശുരാമ അവതാരത്തിന്റെ അവതാര ലക്ഷ്യം എന്ന് പറയാം. കാരണം അതുവരെയുള്ള അധികാര കേന്ദ്രങ്ങളെയെല്ലാം, തെറ്റായി നടക്കുന്ന എല്ലാ അധികാര കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കി ശരിയിലേക്ക് നയിച്ചു. ആരാണ് ഭരിക്കേണ്ടത്, എങ്ങനെയുള്ള ഭരണാധികാരി ആയിരിക്കണം, ഇത് തീരുമാനിക്കുന്നത് ജനങ്ങളാ അല്ലെ? എങ്ങനെയുള്ള ഭരണാധികാരി വേണം, ഇത് തീരുമാനിക്കുന്നത് ജനങ്ങളാണെങ്കിൽ ആ ജനാധിപത്യ ബോധത്തിന്റെ പേരായിട്ട് നമുക്ക് പരശുരാമനെ കാണാം. എണ്ണിക്കൊണ്ട് 21 വട്ടം രാജ്യം ഭരിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ തങ്ങളുടേതായ കാര്യങ്ങൾക്ക് ഭരിക്കുന്ന ആ അധികാര കേന്ദ്രങ്ങളെ എല്ലാം ഇല്ലാതാക്കി ഒരു നല്ല ഭരണാധികാരിയെ വാഴിച്ച് തന്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞു. പരശുരാമ മഹർഷിയെ ആരാധ്യ പുരുഷനായി അല്ലെങ്കിൽ സ്വന്തം മാതൃകാ പുരുഷനായി കരുതുന്ന അഖില കേരള തന്ത്രിമണ്ഡലത്തിന്റെ വിവിധ ജില്ലകളിലെ ഭാരവാഹികൾ ഇവിടെയുണ്ട്, സംസ്ഥാന ഭാരവാഹികൾ ഇവിടെയുണ്ട്. ഏറെ ആഗ്രഹത്തോടെ ചോദിച്ചോട്ടെ, കേരളത്തിൽ അങ്ങനെ ഒരു രാമരാജ്യത്തിന്റെ സൃഷ്ടിക്ക് കേരള തന്ത്രിമണ്ഡലം പരശുരാമനെ പോലെ പ്രവർത്തിക്കുമോ? ശരിയല്ലാത്ത ഭരണാധികാരികളെ മാറ്റിക്കൊണ്ട് ശരിയുടെ പക്ഷത്തേക്കുള്ള ധർമ്മമൂർത്തിയായ രാമരാജ്യമായ, എല്ലാവർക്കും ജീവിക്കാനും അവരുടേതായ ആചാരമാകട്ടെ, അനുഷ്ഠാനമാകട്ടെ, വിശ്വാസമാകട്ടെ, അത് പറ്റിക്കൊണ്ട് പോകാനും അധികാരമുണ്ട് എന്ന് കരുതുന്ന ഒരു രാമന്റെ ഭരണം കേരളത്തിൽ ആവശ്യമല്ലേ? അപ്പൊ ആ കേരളത്തിൽ ഒരു ശ്രീരാമചന്ദ്രനിലേക്ക് വൈഷ്ണവ ചൈതന്യത്തെ കടത്തിവിടുന്ന ആ ജനാധിപത്യ ബോധം ഇവിടെ ഉണ്ടാക്കുവാൻ പരശുരാമ മഹർഷിയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന അഖില കേരള തന്ത്രിമണ്ഡലത്തിന്റെ എല്ലാ പ്രവർത്തനവും ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ഏറെ കൊതിക്കുന്നു. കൂടെ ഞങ്ങളുണ്ട് എന്ന് ഉറപ്പും തരുന്നു. നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ ഒരു മാറ്റം കേരളത്തിന് ആവശ്യമാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ശബരിമലയിൽ ആരാണെന്ന് അസ്പൃശ്യര്? അയിത്തം ഉണ്ടോ, അനാചാരമുണ്ടോ നമുക്കറിയില്ല അല്ലെ? അയിത്തവും അനാചാരവും ഒക്കെ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉഴുന്നുവട വരാ സാധന എന്ന് പറഞ്ഞ കാലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ കൂട്ടമായി നിൽക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും അയിത്തവും അനാചാരവും ഒക്കെ ഇല്ലേ? ശബരിമലയിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാരാ? മാറി നിൽക്കേണ്ടവർ ഹൈന്ദവ സംഘടനകളാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും, ശബരിമലയിലെ ഏത് കാര്യങ്ങളിലും സ്വന്തം ജീവനും രക്തവും വിയർപ്പും ഒഴുക്കി നിൽക്കുന്ന ഹൈന്ദവ സംഘടനകൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനമില്ല. ഞങ്ങളൊക്കെ മലയ്ക്ക് പോകുമ്പോൾ വരെ ആട്ടിപ്പിടിച്ചത് ഇല്ലേ, കാട്ടുപൂച്ചേനെ വേട്ടയാടി പിടിക്കുന്ന പോലെ ആട്ടിപ്പിടിച്ച് ചാക്ക് കെട്ടി താഴെ കൊണ്ടിട്ടത് ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും. അപ്പോൾ ശബരിമലയിലേക്ക് പ്രവേശനമില്ലാലും വരരുതെന്ന് അവർ ആഗ്രഹിക്കുന്നവർ ഹൈന്ദവ സംഘടനകളാണ്. വെള്ളം കിട്ടാതെ അവിടെ ഉള്ളവർ പടഞ്ഞു മരിച്ചാലും വെള്ളം കിട്ടാതെ അല്ല, വെള്ളം തൊട്ടിട്ട് മരിച്ചു. കഴിഞ്ഞ മണ്ഡലക്കാലത്ത് മലയിറങ്ങി വരുന്ന ഒരു മാളികപ്പുറം വെള്ളം ദാഹിച്ച് ചെന്നിട്ട് അവർ വെച്ചിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ, ദേവസ്വം ബോർഡ് വെച്ചിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ ആണ്, വേറെ ആരും വെച്ചതല്ല. അത് പോയി അതൊന്നൊരു തുള്ളി വെള്ളമെടുത്ത് അതൊന്ന് ഷോക്കടിച്ച് ആ മാളികപ്പുറം മരിച്ചു. എത്ര വലിയ ചർച്ചയാവുണ്ടാണ്. വെള്ളം ദാഹിച്ച് ചെല്ലുമ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ പോലെ അതിലൊരു മര്യാദയ്ക്ക് ഒരു ഷോക്ക് അടിക്കാതെ ഒരു തുള്ളി വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം പോലും ഇല്ല. അപ്പൊ അങ്ങനെ വെള്ളം തൊട്ടിട്ട് മരിച്ചാലും വെള്ളം കിട്ടാണ്ട് മരിച്ചാലും വേണ്ടിയില്ല, അവിടെ അയ്യപ്പ ഭക്ത സംഘടനകളോ ഹൈന്ദവ സംഘടനകളോ കുടിവെള്ളം കൊടുക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല. എല്ലാവരെയും, അത്തരം ശബരിമലയ്ക്ക് അയ്യപ്പ ഭക്തർക്കോ നന്മ ചെയ്യുന്ന എല്ലാവരെയും അകറ്റി നിർത്തുന്നു. എന്തുകൊണ്ട്? പുലരോളം കക്കണമെങ്കിൽ അവരവിടെ ഉണ്ടാവരുത്, അവരുടെ ശ്രദ്ധ അവിടെ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ആരാണോ ഇത്തരം കാര്യങ്ങളിൽ എതിർക്കുക അവരെ മുഴുവൻ മാറ്റി 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 നിർത്തിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ ഈ പരശുരാമനെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഓരോരുത്തരും ആ പരശുരാമനായി മാറിക്കൊണ്ട് ഈ വലിയൊരു ദൗത്യത്തിന്, കാരണം അവിശ്വാസികളല്ല ക്ഷേത്രകാര്യങ്ങൾ നോക്കേണ്ടത്, വിശ്വാസികളെ അകറ്റി നിർത്തിക്കൊണ്ട് വിശ്വാസത്തെയും ആചാരത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസവുമായി ആചാരവുമായി ബന്ധപ്പെട്ടതെല്ലാം മിത്താണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരല്ല
അതൊക്കെ സ്വത്താണ് എന്ന് കരുതി നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവരാണ് അത്തരം കാര്യങ്ങൾ നോക്കേണ്ടത് എന്നൊന്ന് ഉറക്കെ പറയാനുള്ള ആ രൗദ്രഭാവമൊക്കെ പരശുരാമ അവതാരത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, നമ്മൾ ആരാധ്യമൂർത്തിയായി അല്ലെങ്കിൽ നമ്മുടെ വഴികാട്ടിയായി എല്ലാം അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വെക്കുന്നത് ശങ്കര ഭഗവത് പാദരെയാണ്. നേരത്തെ പറഞ്ഞ പോലെ കാലടിയിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞപീഠം കയറിയ ശങ്കര ഭഗവത് പാദർ. അസാധ്യമായി ഒന്നുമില്ല, നെപ്പോളിയന്റെ പേരിലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ആണോ? ശങ്കര ഭഗവത് പാദരൊക്കെ തെളിയിച്ചിരിക്കുന്നത് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് തന്നെയല്ലേ? ഇന്നത്തെ കാലമാണോ? അന്ന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ആധുനിക ചരിത്രകാരന്മാർ വരെ ഉണ്ടിത്തള്ളി ഒരു 700-700 എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അവിടെ എന്നാൽ അതിനും പുറകോട്ട് പോകുമെന്നുള്ളത് സത്യം. പക്ഷെ അവരംഗീകരിച്ചു തന്നതെങ്കിലും നമുക്ക് സ്വീകരിക്കാം 700-700 എന്ന് പറയും. ഇന്നത്തെ വല്ല സാഹചര്യം ഒന്നുണ്ടോ? മൊഴിയണത് 24 മണിക്കൂറും ചാനലുകൾ ഒപ്പിയെടുത്ത് നമുക്ക് തരുമോ? ഇല്ല. മറ്റേ പത്രമാധ്യമങ്ങളിൽ പ്രിന്റ് മീഡിയയിൽ അടിച്ചു വരുമോ നേതാക്കന്മാർ പറയണത്? ഇല്ല. മൊബൈൽ ഫോൺ ഇല്ല, മോട്ടോർ വാഹനങ്ങളില്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഈ കേരളത്തിലെ ഒരു കൊച്ചു കുഗ്രാമത്തിൽ നിന്ന് കാൽനടയായി സഞ്ചരിച്ച് ഭാരതത്തെ മുഴുവൻ ഒരു ചരടിൽ ഇണക്കി ചേർത്തു ശങ്കര ഭഗവത് പാദർ. മലയാളിയുടെ പുണ്യം. മലയാളിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അന്ന് മലയാള ഭാഷ രൂപം കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെറിയൊരു സംശയമുണ്ട്. അപ്പൊ ഏതായാലും ഒന്നുകിൽ തമിഴാകാം അല്ലെങ്കിൽ മലയാളമാകാം. രണ്ടായാലും തമിഴകത്തിന്റെ ഭാഗമാണ് അന്ന് മലയാള ഭാഷ. അതും ആധുനിക ചരിത്രകാരന്മാർ പറയുന്നത് 12-ാം നൂറ്റാണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അവര് പറയുന്ന 7-ാം നൂറ്റാണ്ടിൽ മലയാള ഭാഷ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ലെ, ലേശം സംശയമായിരിക്കാം. ഏതായാലും നമ്മുടെ പുണ്യമാണ് എന്നുള്ളത് ഉറപ്പ്. അപ്പോ ഇവിടെ ജനിച്ച് ഇവിടുത്തെ ഒരു ഭാഷ വെച്ചിട്ട് ഈ ആയിരക്കണക്കിന് ഭാഷയുള്ള ഭാരതത്തിലൂടെ നടന്ന് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ച് താൻ പറഞ്ഞ അദ്വൈത സിദ്ധാന്തത്തിലേക്ക് രണ്ടില്ല ഒന്ന് ആ ഒന്നാക്കി മാറ്റി. അതാണല്ലോ ദേശീയോദ്ഗ്രഥനം എന്നൊക്കെ പറയണത്. ഇപ്പോൾ ഈ ദേശീയോദ്ഗ്രഥനൊക്കെ എന്താന്ന് വെച്ചാൽ ആർക്കും വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറായിരുന്നു കേട്ടോ. ദേശീയോദ്ഗ്രഥനൊക്കെ പഠിപ്പിക്കാണ്ടാവും പുസ്തകത്തില്. കുട്ടികളൊക്കെ ഉത്തരം എഴുതും. പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും അറിയാൻ വയ്യ, എഴുതുന്ന കുട്ടികൾക്കും അറിയാൻ വയ്യ എന്താ സാധനം. കാരണം എന്താ സാധനം പുസ്തകത്തിലും ഇല്ലേ. ദേശീയോദ്ഗ്രഥനം നമുക്ക് ആവശ്യമുള്ള ഒന്ന്. ഒരിക്കൽ ഞങ്ങൾ പ്രസംഗത്തിന് വിഷയം കൊടുത്തു ദേശീയോദ്ഗ്രഥനം എന്നുള്ളത് കുട്ടികൾക്ക്. കാരണം 5 മിനിറ്റ് മുമ്പല്ലേ വിഷയം കൊടുക്കുക. അവിടെ ഇരുന്ന് ബോധം പോവാഞ്ഞ് പ്രത്യേകിച്ച് ബോധമൊന്നും ഇല്ല കേട്ടാ. കാരണം ഈ വിഷയം കിട്ടിയ ഒറ്റ കുട്ടിക്ക് ഈ സാധനം എന്താണെന്ന് അറിയാൻ വയ്യ. അവരവിടുന്ന് ദേശീയോദ്ഗ്രഥനം നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒന്നാണ്, ദേശീയോദ്ഗ്രഥനം അങ്ങനെ ചെയ്യേണ്ട ഒന്നാണ്, ഇതെന്താ സാധനം എന്ന് മാത്രം ഒരൊറ്റ കുട്ടിയും പറഞ്ഞില്ല. കാരണം അത് ഈ പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലല്ല പറഞ്ഞത്. മറിച്ച് ശങ്കര ഭഗവത് പാദർ തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെയായത്? ആചാരങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ ഒരു ചരടിൽ ഇണക്കി ചേർത്തു അല്ലേ? കന്യാകുമാരി അമ്മയ്ക്ക് അർച്ചന നടത്തണമെങ്കിൽ കാശ്മീരത്ത് നിന്ന് കുങ്കുമം കൊണ്ടുവരണം എന്നുള്ള ആ ആചാരം ദേശീയോദ്ഗ്രഥനത്തിന്റെ ചരടിലൂടെ ഭാരതത്തെ യോജിപ്പിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള തിരുമേനി പോയി അല്ലെ അങ്ങ് ഉത്തരദേശത്ത് പോയി പൂജ നടത്തണം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ചരടാണ്. കച്ചിനെയും കാമരൂപത്തെയും ഓതിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ എവിടെ നോക്കിയാലും എത്ര ബുദ്ധിയോട് കൂടിയാണ് ഇത് ചെയ്തത്. ആ ഒരു ചരടിൽ ഇണക്കി കോർക്കുന്ന അത് അറിവിലൂടെ ആചാരങ്ങളിലൂടെ അത് കൊണ്ടുവന്നു. ശങ്കരാചാര്യർ വെറും പടമായി നമുക്ക് മുന്നിൽ ഇരുന്നാൽ മതിയോ? പടമായി ഇരിക്കാൻ വളരെ എളുപ്പമാണ്. അതെല്ലാവരും ഇപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് സ്വന്തമാക്കി വെക്കാൻ ഒരു ഫോട്ടോ വേണം എന്നുള്ളതിൽ ഇപ്പൊ എല്ലാവർക്കും നിർബന്ധം. അതെന്തുകൊണ്ട്? അവര് ജീവിക്കുമ്പോൾ അവരേത് ജാതിയിലാണ് ജനിച്ചതെങ്കിൽ ആ ജാതിക്കാരുടെ സ്വന്തമാണ് ആ വ്യക്തി. ശ്രീനാരായണ ഗുരു നമുക്ക് ആര് മാത്രമാ? ആരുടെ വീട്ടിലാ ഫോട്ടോ വെക്കേണ്ടത്? അദ്ദേഹം ജനിച്ചത് ഈഴവനായിട്ടല്ലേ, അതുകൊണ്ട് എവരെയാണ് ഫോട്ടോ വെക്കേണ്ടത്? ഈഴവന്മാരുടെ വീട്ടിലെ ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ വെക്കാൻ പാടുള്ളൂ. ചട്ടമ്പി സ്വാമി എവിടെയാ വെക്കേണ്ടത്? ചട്ടമ്പി സ്വാമി ജനിച്ചപ്പോ നായരാണ്, അതുകൊണ്ട് എവിടെയാ ഫോട്ടോ വെക്കേണ്ടത്? നായന്മാരുടെ വീട്ടിലെ ഫോട്ടോ വെക്കാവുള്ളൂ. ശങ്കരാചാര്യരെ എവിടെയാണ് വെക്കേണ്ടത്? അദ്ദേഹം ജനിച്ചത് നമ്പൂതിരി കുലത്തിലാണ്, അപ്പൊ എവിടെയാ ഫോട്ടോ വെക്കേണ്ടത്? നമ്പൂതിരിമാരുടെ വീട്ടിലേ വെക്കാവൂ. ഇനി നാളെ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഫോട്ടോ എവിടെ വെക്കേണ്ടത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കെ. ഈ തത്വം വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ. എവിടെ വെക്കേണ്ടത്? മറ്റേ അരയ കുടുംബങ്ങളിലല്ലേ വെക്കാൻ പാടുള്ളൂ. കാരണം അവർ ജനിച്ചത് എവിടെയാണ്? അരയ കുടുംബത്തിലല്ലേ. ഇന്ന് അവർക്ക് മുന്നേ വരുന്നവർ അരയന്മാരാണെന്ന് നോക്കിയിട്ടാണോ വരുന്നത്? ലോകം മുഴുവനല്ലേ എത്തുന്നത്. ഇതുപോലെ ലോകത്തിന്റെ സ്വത്തല്ലേ ഇവരൊക്കെ. ശങ്കര ഭഗവത് പാദരാകട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, ചട്ടമ്പി സ്വാമി ആകട്ടെ അല്ലെ, ഇവര് ലോകത്തിന്റെ സ്വത്തല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൂർവാചാര അല്ലെങ്കിൽ പൂർവാശ്രമത്തിൽ അവരെവിടെയാണോ ജനിച്ചത് അവര് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് അവര് വെക്കാൻ നമുക്ക് എങ്ങനെ വേണം? അവരായി മാറാനുള്ള പരിശ്രമത്തിനാണെങ്കിൽ,
അവരെ പോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്കതൊരു ഗതിവേഗം പകരാനാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത്തരം ഫോട്ടോകൾ സ്വന്തമാക്കണം. അതല്ല എങ്കിൽ ഞാൻ പറയാറുണ്ട്, മലയാളിയുടെ ഒരു കുറുക്ക് വഴി, പല കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളായതുകൊണ്ട് കേട്ടോ പറയണത്, ഒരു കുറുക്ക് വഴി. കാരണം ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെയൊക്കെ ഭർത്താവിന്റെ അമ്മയൊക്കെ പറ്റിയിട്ട്. കാരണം ആ കാലഘട്ടം എങ്ങനെയാണ്, ലേശം ജാതിയുടെ കസ്കിതകളൊക്കെ നല്ലോണമുള്ള കാലഘട്ടമാണ്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം സ്വജാതി ഏതാണാവത്രേ. വന്നവര് മക്കളുടെ ഫ്രണ്ടായി വന്നാലും വേണ്ടില്ല, ആര് വന്നാലും ഇതിപ്പോ സ്വജാതിയിൽ ഇപ്പൊ ഏതായിട്ട് വരും എന്ന് അന്നത് തുറന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് നമുക്ക് ജാതിയില്ല, നമ്മൾ ആരും തുറന്ന് ചോദിക്കില്ല. പക്ഷെ ചോദിക്കുകയേ വേണ്ട. ഒരു വീട്ടിൽ ചെന്നിരുന്നാൽ മനസ്സിലാവും അവരെ ഏതാ വിഭാഗം എന്നുള്ളത്. ഞങ്ങളൊക്കെ ധാരാളം വീടുകളിൽ പോകുന്നതല്ലേ അല്ലേ. ഞങ്ങൾക്കൊക്കെ കൂടെ പ്രവർത്തിക്കുന്നവർ ഏത് ജാതിയാണ് ഞങ്ങൾക്കൊരു പിടുത്തമില്ല. പക്ഷെ പലരുടെയും വീട്ടിൽ പോയാൽ അതിന് മറ്റേ CBIയുടെ ബുദ്ധിയൊന്നും വേണ്ട. വീട്ടിൽ പോയാണ്ട് ഇരുന്നാൽ അവർ ചായ വെക്കാൻ വീട്ടുകാരുടെ അകത്തേക്ക് പോയാൽ കൃത്യം മനസ്സിലാവും അവരേതാ വിഭാഗം. എങ്ങനെയാ മനസ്സിലാക്കുക? അവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടാവും. ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളാം. മന്നത്തിന്റെ ഫോട്ടോ വെച്ചാൽ ആരെ ആവാൻ പാടും? നായരേ ആകാൻ പാടൂ. എല്ലാ വിഭാഗങ്ങൾക്കും വൈക്കം ക്ഷേത്രത്തിന് നേരെ ചുറ്റും നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കാൽനടയായി വൈക്കം മുതൽ തിരുവനന്തപുരം വരെ വന്ന് പിന്നെ മഹാനിവേദനം സമർപ്പിച്ച മന്നം ആരുടെ സ്വത്താന്നാ പറയണത്? നായന്മാരുടെ മാത്രമാണ് അത്രേ. നായന്മാർക്ക് വൈക്കത്ത് അവിടെ കൂടി നടക്കാൻ വേണ്ടിയിട്ട് നായന്മാർക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് എല്ലാ ജാതിക്കാർക്കും വേണ്ടിയിട്ട് കാൽനടയായി സവർണ ജാഥ നയിച്ചിട്ട് വന്നത്. പക്ഷെ ആ മന്നം ആരാണത്രേ? വെറും നായരാണത്രേ. അവിടെ മാത്രമേ വെക്കാവൂ, അല്ലാത്തൊരു വീട്ടിൽ വെക്കരുത്. അല്ലാത്തൊരു വീട്ടിൽ ഫോട്ടോ കണ്ടിട്ട് എങ്ങാനും പെണ്ണന്വേഷിച്ച് എന്നാൽ ചിലപ്പോൾ അബദ്ധത്തിൽപ്പെടും. കാരണം ഈ ഫോട്ടോ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ അന്വേഷിച്ച്, നിങ്ങൾ എന്താ ഞങ്ങളെ എങ്ങനെ പറ്റിച്ചതെന്ന് ചിലപ്പോ ചോദിക്കാനുള്ള സാധ്യത ഉണ്ടാവും. ഇതാണ് നമ്മുടെ അവസ്ഥ. അവരൊക്കെ ഒരുപക്ഷെ ജന്മം കൊണ്ട് നമ്മൾ ജനിച്ച അതേ വിഭാഗത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിമാനമാണ്. അഭിമാനം അലങ്കാരം മാത്രമാകരുത്. ആ അഭിമാനം ആയിത്തീരാനുള്ള ആരാധനയാകണം. ആരാധന എന്ന് പറഞ്ഞാൽ ആയിത്തീരാനുള്ള മോഹമാണ്. അപ്പൊ നമ്മൾ ക്രിക്കറ്റിൽ താല്പര്യമില്ലാത്തവര് ക്രിക്കറ്റില് പിന്നെ കളിക്കാരുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുമോ? ആ ഫോട്ടോ ഒക്കെ വെച്ച് ആരാധിക്കുന്ന അവരുടെ ധാരണ എന്താ? ഒരു ഓലമടല് കൈ കിട്ടിയാൽ അവൻ സച്ചിനാന്നാ. നാളെ അവൻ അങ്ങനെ ക്രീസിൽ നടിക്കാനൊക്കെ സ്വപ്നം കണ്ടോണ്ടാണ് അവൻ സച്ചിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നുണ്ടാവുക. സിനിമയോട് താല്പര്യമുള്ളവരല്ലേ സിനിമാ താരങ്ങളെ ആരാധിക്കുള്ളൂ, അല്ലാത്തവർ ആരാധിക്കൂ. അപ്പൊ എന്തെങ്കിലും ഒരിക്കലും ഇവരൊക്കെ ആ പദവിയിലേക്ക് എത്തുമെന്ന് അവർ ദിവാസ്വപ്നമെങ്കിലും കാണുന്നുണ്ടാകും. എന്താണ് സ്വപ്നത്തെ പറ്റി മഹാനായ അബുൽ കലാം ജി പറഞ്ഞിരിക്കുന്നത്? സ്വപ്നം അല്ലെ ഉറക്കത്തിൽ കാണാനുള്ളതല്ല, മറിച്ച് ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യമാണത്. നമ്മൾ എന്താകണം എന്നുള്ള, നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന്, അതാണ് നമ്മൾ സ്വപ്നം കണ്ടത്, അത് നടക്കുമെന്നാണ്. അപ്പോ ആരാധന ശങ്കര ഭഗവത്പാദരോടാണെങ്കിൽ തീർച്ചയായും ആയിത്തീരാനുള്ള പരിശ്രമം. അപ്പൊ ഒരു അടുത്ത വിഷയം, അതിന് അവരൊക്കെ അമാനുഷികരും അതിമാനുഷികരും അല്ലേ, നമ്മൾ വെറും മനുഷ്യരല്ലേ അല്ലെ. ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത്. അമാനുഷികരും അതിമാനുഷികരും മാത്രമല്ല, ഉദ്ദേശശുദ്ധിയും ശ്രമവും ഉണ്ടെങ്കിൽ ആർക്കും ഏതറ്റം വരെയും പോകാൻ സാധിക്കും. അന്ന് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ശങ്കര ഭഗവത്പാദർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കും സാധിക്കും. നമ്മളിലൂടെ, നമ്മുടെ മക്കളിലൂടെ സനാതന ധർമ്മത്തിന് ശങ്കര ഭഗവത്പാദർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അതിനെ ഒരുമിച്ച് നിർത്താൻ നടത്തിയ പരിശ്രമങ്ങൾ, ഇത് ഇനി തുടർന്നു പോകേണ്ടത് നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലൂടെ ആയിരിക്കണം. ഇവിടെ വിദ്യാപീഠത്തിന്റെ അവസ്ഥ പറഞ്ഞില്ലേ? ഏത് ഭാഷയിലായിരിക്കും എല്ലാവരും ഇണക്കി ചേർത്തിട്ടുണ്ടാവുക? സംസ്കൃതം എന്ന മാധ്യമമല്ലേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ പൊതുവായി സംസാരിക്കാൻ സാധിക്കുക. ഇപ്പൊ ഇവിടെ വിദ്യാപീഠമുണ്ട്. വിദ്യാപീഠത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി പറയുന്നു, ദേവസ്വം ബോർഡ്, റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗീകാരം കൊടുത്തിട്ടില്ല. കാരണം അവിടെ അംഗീകാരം കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ചിലപ്പോൾ ഇതിന്റെ ക്ലാസ് നടക്കുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചാൽ മതി. അവർക്ക് ചിലപ്പോൾ അംഗീകാരം കിട്ടിയിട്ടുണ്ടാവും. ദേവസ്വം ബോർഡ്, റിക്രൂട്ട്മെന്റ് ബോർഡ്, പൂജാ പഠനങ്ങളോ ബാക്കി കാര്യങ്ങൾക്കോ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൊടുത്തിരിക്കും, ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കില്ല. അപ്പൊ നമ്മൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ദേവസ്വം ബോർഡ്, റിക്രൂട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ആ ബോർഡിന്റെ ഒക്കെ അംഗീകാരം കിട്ടാൻ നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ പിന്തുണയും, ഞങ്ങളാലാകുന്ന, ഞങ്ങളുടെ സംഘടനയാലാകുന്ന എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ. കേവലം ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് മാത്രമായിരിക്കരുത് നമ്മളുടെ ഉദ്ദേശം. നമ്മുടെ മഹത്തായ അറിവുകളെല്ലാം മഹത്തായ അറിവുകൾ ഉള്ളവർ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത മഹത്തായ അറിവുകൾ ഉള്ളതാണ്. നമ്മുടെ വേദിയിൽ ചില സ്വാമിമാരൊക്കെ വന്നിട്ട് മനീഷാ പഞ്ചകം അല്ലെ, ചില കൃതികളുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ മുമ്പിലിരിക്കുന്നവന് ഇതെന്ത് വികൃതി എന്നുള്ള ഭാവത്തിലായിരിക്കും അല്ലെ. അവരേതൊക്കെയോ കൃതികളുടെ പേര് പറയും. ഈ പുസ്തകം ഒന്ന് നമ്മൾ എത്ര പേര് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവും? ഒന്ന് കാണാൻ, എന്നിട്ടല്ലേ വായിക്കല്. ഇത് തുറക്കാനുള്ള താക്കോൽ നമ്മുടെ എത്ര പേരുണ്ട്? നമ്മുടെ ഈ മഹത്തായ അറിവുകൾ തുറക്കാനുള്ള താക്കോല് സംസ്കൃതാണ്. ഇത് എത്ര പേരുടെ ഉണ്ട്? നമുക്ക് ഓരോരുത്തർക്കും ഒരു ആത്മപരിശോധന നടത്തുക. നമ്മൾ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കള് പഠിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുക?
ശങ്കര ഭഗവത്പാദരെ ആരാധ്യനായി കാണുന്ന തന്ത്രിമണ്ഡലം ഈ സംസ്കൃത ഭാഷയുടെ പ്രചരണത്തിന് അത് എല്ലാവരിലേക്കും എത്തിക്കാൻ ഉള്ള പരിശ്രമം നടത്തണ്ടേ? അപ്പോഴല്ലേ ശങ്കരാചാര്യരുടെ മഹിമ നമ്മളിലേക്ക് നിൽക്കുള്ളൂ. ആ സംസ്കൃതം അതില്ലാണ്ട് എങ്ങനെ നമ്മളിലേക്ക് കിടക്കുക? ഇപ്പൊ നമുക്ക് എന്താ അറിവ്? വേദത്തെ പറ്റിയുള്ള അറിവ് എന്താ? വേദമൊക്കെ ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, ഫാസിസമാണ്, കുന്തമാണ്, കൊടച്ചക്രമാണ് എന്ന് പറയുന്നവര് ഈ കഴുകൻ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറന്നു വന്നിട്ട് അതെന്താ കൊത്തുക? ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന അവശിഷ്ടങ്ങളെ മാത്രമേ കൊത്തുള്ളൂ. ഇതുപോലെ വേദങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചീഞ്ഞളിഞ്ഞ അവശിഷ്ടങ്ങൾ മാത്രം പെറുക്കിയെടുത്ത് അവര് പുറത്തിട്ട് അതാണ് നമുക്ക് വേദത്തെ പറ്റിയുള്ള അറിവ്. അതിനപ്പുറമുള്ള അറിവുകളൊന്നുമില്ല. അവരെന്താണോ പറഞ്ഞത് അതാണ് വേദത്തെ പറ്റി. രാമായണത്തെ പറ്റിയുള്ള അറിവെന്താ? അയ്യോ, രാമനാരാ? സീതയെ ഉപേക്ഷിച്ച രാമൻ, ബാലിയെ ഒളിയമ്പെയ്ത് കൊന്ന രാമൻ, ശംഭൂകനെ വധിച്ച രാമൻ. ഇതാണ് നമുക്ക് രാമൻ. കാരണം മറ്റുള്ളവർ അവരെന്താണോ മനസ്സിലാക്കിയത് അതിന്റെ അംശമാണ്. അല്ലാതെ ഇതിലെന്താണെന്ന് നമ്മൾ അന്വേഷിച്ചല്ല കണ്ടെത്തുന്നത്. ഇത് വേദങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. നമ്മുടെ +2 വ്യാപകമായ വർഷത്തില് കേരളത്തിലെ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മലയാളം പാഠപുസ്തകത്തില്, മലയാളം ഉപവിഷയമായി എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിന് ഒരു പാഠപുസ്തകത്തിൽ ഒരു ഗദ്യത്തിന്റെ മാത്രമായിട്ട് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിലൊരു ലേഖനം, ആ ലേഖനം കേരളത്തിലെ പ്രശസ്തനായ ഒരു ചിന്തകന്റെ, അത് വേദങ്ങൾ വന്ന വഴിയെ പറ്റിയിട്ടാണ്. നമ്മുടെ വേദങ്ങൾ എങ്ങനെയാ ഉണ്ടായി സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഭാരതം കർഷക രാജ്യമാണ്, കൃഷിക്കല്ലേ പ്രാധാന്യം. അതുകൊണ്ട് ഈ കാർഷിക വൃത്തിയാണ് നമ്മുടെ എല്ലാം. നമ്മുടെ കൃഷിയാണെങ്കിലോ മൺസൂണുമായുള്ള ചൂതുകളിയാണ്. മഴ സമയത്ത് വന്നാൽ വിളവറക്കാം, മഴ സമയത്ത് പോയാൽ കൊയ്തെടുക്കുകയും ചെയ്യാം. ഇത് രണ്ടും അബദ്ധമായാലോ കൃഷി പോയി. മഴ സമയത്ത് വന്നില്ലെങ്കിൽ വിളവറക്കാൻ പറ്റില്ല, സമയത്ത് പോയില്ലെങ്കിൽ കൊയ്തെടുക്കാനും പറ്റില്ല. അപ്പൊ മൺസൂണുമായുള്ളൊരു ചൂതുകളിയാണ്. അപ്പൊ നമ്മുടെ പൂർവികർ ഇങ്ങനെ നോക്കിയിത്രേ, എപ്പോഴാണ് ഈ മഴ വരണത്? പ്രകൃതിയെ നിരീക്ഷിക്കുന്നവരാണല്ലോ. അവര് നോക്കുമ്പോ തവളകൾ കൂട്ടമായി പാടുമ്പോഴാണത്രേ മഴ വരണത്. അവർ കണ്ടുപിടിച്ചതെന്നാണ് പറഞ്ഞത്. തവളകൾ കൂട്ടമായി പാടുമ്പോൾ ആണത്രേ മഴ വരണത്. തവളകളെ തല്ലി കരയിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു? ഒരു മിമിക്രി ട്രൂപ്പ്, അതെന്റെ ഭാഷ കേട്ടോ, അതാ ലേഖനത്തിലില്ല, ഒരു മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാല് മഴ നേരത്തെ വരാൻ വേണ്ടിയിട്ട് കൂട്ടമായി നിന്ന് തവളകളെ പോലെ ശബ്ദം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയത് അത്ര വേദമന്ത്രങ്ങള്. തവളകളെ പോലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് മഴ വരുത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് വേദമന്ത്രങ്ങൾ എന്ന് ഏതെങ്കിലും ഹാസ്യമാസികയിൽ അടിച്ചു വന്നതല്ല. ഏതെങ്കിലും കൊമേഡിയന്മാര് സ്കിറ്റ് ഉണ്ടാക്കിയപ്പോ പറഞ്ഞതല്ല. കൗമാരപ്രായം പിന്നിടുന്ന ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ചതാണ്. അങ്ങനെയാണ് വേദമന്ത്രങ്ങൾ വന്നത്. പ്രശസ്തനായ ഒരു ചിന്തകന്റെ വാക്കുകളായിരുന്നു. ഇതാണ് കേരളം. അഖില കേരള തന്ത്രിമണ്ഡലത്തിനൊക്കെ സ്വന്തം തേര് തെളിയിക്കാനുള്ളത് ഈ കേരളത്തിലൂടെയാണ്. ഇതാണ് വേദമെന്ന് പഠിപ്പിക്കുന്ന ഈ കേരളത്തിലൂടെയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തേര് തെളിച്ചു കൊണ്ടുപോകേണ്ടത്. ഉത്തരവാദിത്തം വളരെ വലുതല്ലേ? വേദങ്ങളെ പറ്റി ഇതുപോലെ അപമാനിക്കുന്നു അല്ലേ? മനുസ്മൃതി എന്താന്ന് കാണുകയും കേൾക്കുകയും ചെയ്ത് 1% ഹിന്ദു പോലും ഇല്ല. എന്താ ഈ മനുസ്മൃതി സാധനം? ഞാൻ തന്നെ ഇതിനെപ്പറ്റി കത്തിക്കുന്ന കണ്ടപ്പോഴാണ് അന്വേഷിച്ച് പോയി ഇത് ഏതാ സാധനം, ഈ മനുസ്മൃതി എന്താന്ന്. നോക്കുമ്പോ സാധാരണപ്പെട്ട പുസ്തകശാലകളിലൊന്നും ഇത് കിട്ടാനില്ല ഈ മനുസ്മൃതി എന്നുള്ളത്. അന്വേഷിച്ച് തൃശ്ശൂർ DC ബുക്സ് എന്നാ കിട്ടിയത്. അത് മറുപടി പറയാൻ വേണ്ടി വാങ്ങിയതാ ഞാൻ കേട്ടോ, അല്ലാണ്ട് എന്റെ താല്പര്യം കൊണ്ട് വായിച്ചു പഠിച്ചോന്നല്ല. മറുപടി പറയാൻ വേണ്ടി ഈ സാധനം അപ്പോഴാണ് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഈ സാധനം കത്തിക്കുന്നത്. എന്തായിരിക്കും ഇവര് കത്തിച്ചിട്ടുണ്ടാവുക? കത്തിച്ചാൽ ഒരാൾ പിന്നീട് അഭിപ്രായമൊക്കെ മാറി അല്ലേ, ഞങ്ങളൊക്കെ സ്നേഹിതരാണ് എന്ന് തോന്നുന്ന നിലയിൽ അടുത്ത് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരുത്തിയില് മനുസ്മൃതി കത്തിക്കാൻ തീരുമാനിച്ചു. ഇത്രേ സമയമായി മനുസ്മൃതി കിട്ടാണ്ടോ. അവസാനം ഒരു പുസ്തകശാല പ്രസ്സുകാരുമായിട്ട് കരാറുണ്ടാക്കി മനുസ്മൃതി എന്നൊരു ചട്ട അടിച്ചു തരുമോ ചോദിച്ചു. അത്രേ അവര് മനുസ്മൃതി എന്നൊരു ചട്ട അടിച്ചു കൊടുത്തു. ഏതോ ചെലവാവാത്തൊരു നോവൽ വാങ്ങി അതിന്റെ പുറത്ത് ഈ ചട്ട വെച്ചടിച്ചു. ഒറ്റ കത്തിക്കല്. കത്തിച്ചത് മനുസ്മൃതിയാ. കത്തിയത് ഏതോ നോവൽ, ഏതോ ഹതഭാഗ്യന്റെ ഏതോ നോവലാണ് കത്തിയത്. എന്നാലും എന്താ ചട്ടയമ മനുസ്മൃതി എന്ന് പേര്. എന്തോ ഒരു യുദ്ധമായിരുന്നു മനുസ്മൃതിക്ക് അല്ലെ? ആരിത് അംഗീകരിക്കുന്നു? അല്ലെങ്കിൽ അതിൽ നന്മകൾ ഒരുപാടുണ്ട്. നന്മയും നമുക്കറിയാൻ വയ്യ, തിന്മയും നമുക്ക്. എന്നാൽ നമ്മളെ എത്ര ആക്ഷേപം കേൾക്കുന്നു, എത്ര ആക്ഷേപം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആഗോള അയ്യപ്പ സംഗമത്തിനെ പറ്റിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള ഒരു അധ്യാപകൻ അതിനെ വളരെ മോശം, വളരെ സുഹൃത്തുമാണ് അദ്ദേഹം കേട്ടോ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല, വളരെ മോശമായി അദ്ദേഹം എന്നെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ ഞാൻ എഴുതി, താങ്കളെ എനിക്കറിയാം, താങ്കള് രാഷ്ട്രീയമായിട്ട് കമ്മിയാണെങ്കിൽ അന്തം കമ്മിയാണെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അതിന്റെ അടിയിൽ അങ്ങോട്ട് ഇട്ടില്ലേ, മനുവാദകരാണ്, മനുസ്മൃതിവാദകരാണ്, ഞങ്ങൾ മറ്റേ ഭൂപരിഷ്കരണം അങ്ങനെ നടപ്പാക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ വലിയൊരു ലേഖനം അതിന്റെ അടിയിൽ അന്ന് തുറച്ച കണ്ട് ഇന്ന് വരെ പിന്നെ കോടിയിട്ടില്ല. ഇതിനുള്ള ഉത്തരാണ് ഇത്. ആ സ്ഥിരം ചില ഡയലോഗുകൾ ഉണ്ടല്ലോ, അതങ്ങനെ മനുസ്മൃതി. ഈ സാധനം ഇത്രയും ആക്ഷേപം കേൾക്കുന്നു. ഇവിടെ പഠിപ്പിക്കുന്ന മറ്റു ചില മതഗ്രന്ഥങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിലെന്താ ഉള്ളതെന്ന്, അതിലെന്താ പറയണം, അതിൽ സ്ത്രീകളുടെ സ്ഥാനം എന്താ, അതിൽ ഇതര മതസ്ഥരോടുള്ള കാഴ്ചപ്പാടെന്താ?
അതിൽ കുട്ടികളോടുള്ള കാഴ്ചപ്പാടെന്താ, അതിൽ സെക്സിനോടുള്ള കാഴ്ചപ്പാടെന്താ തുടങ്ങിയ ഏതെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചർച്ചാ വിഷയമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഒരു മനുഷ്യൻ വായിക്കാത്ത മനുസ്മൃതി എടുത്ത് ഇപ്പോഴും എടുത്തിട്ട് അലക്കും. അവർക്ക് തോന്നി ഏതെങ്കിലും 1-2 ശ്ലോകം കൊത്തിക്കൊണ്ടുവരും. അതുമായിട്ട് നമ്മൾ അതാണ് നമുക്ക് കിട്ടുന്ന തീറ്റ. നമ്മുടെ യഥാർത്ഥ അറിവിലേക്ക് പോകണ്ടേ? അതിങ്ങനെ ചെതലരിച്ചു പോയാൽ മതിയോ? ആരാ നേതൃത്വം കൊടുക്കുക? അഖില കേരള തന്ത്രിമണ്ഡലം പോലുള്ളവർ നേതൃത്വം കൊടുക്കണം. സംസ്കൃത പഠനം അടിത്തറ വരെ എത്തണം. പറയും, അയ്യോ ശൂദ്രൻ എന്താണ് വേദം കേട്ട ചെവിയില് ഈ ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞവരല്ലേ? ആര് പറഞ്ഞു, എപ്പ പറഞ്ഞു എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ആരാ പറഞ്ഞ അങ്ങനെ ഒരു, ഏത് ഗ്രന്ഥത്തിലല്ല, അതെനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇനി പോട്ടെ, ഇന്നാരും ഈ ഉരുക്കി ഒഴിക്കില്ലല്ലോ. ഇന്ത്യൻ പിന്നെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ സംസ്കൃതം പഠിക്കണവന്റെ ചെവിയിൽ ഈ ഉരുക്കി ഒഴിക്കണം എന്ന്? പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് എല്ലാവർക്കും പഠിക്കാലോ, ഒന്നൊരു വിലക്കൂലല്ലോ. പിന്നെ എന്തിനാ നമ്മള് അന്ധകാലത്ത് പോയിട്ട് നീ അല്ലെങ്കിൽ നിന്നടെ തള്ള എന്ന് പറയണത്? അപ്പൊ ഇന്ന് പഠിക്കണം, പഠിപ്പിക്കണം. നമ്മുടെ മഹത്തായ അറിവുകൾ അത് നിലനിർത്തിക്കൊണ്ടു പോകണം. അവിടെയാണ് ശങ്കര ഭഗവത്പാദർ പടമായി നമ്മുടെ വേദികളിൽ ഇരുന്നാ പോരാ, പടമായി നമ്മുടെ വീടുകളിൽ ഇരുന്നാ പോരാ. ആരാധനയുണ്ടെങ്കിൽ ആയിത്തീരണം. ശങ്കര ഭഗവത്പാദരായി മാറാൻ നമുക്ക് സാധിക്കണം. ശരിയായ അറിവുകളുടെ അഭാവമാണ് ഇന്ന് നടക്കുന്ന എല്ലാ കോലാഹലങ്ങൾക്കും കാരണം. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ എന്നതാണ് സനാതന ധർമ്മത്തിന്റെ അടിത്തറ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നത് തീർച്ചയായും അത് തന്ത്രിമണ്ഡലത്തെ പോലുള്ളവർക്ക് തന്നെയാണ്. അവർ ചേർത്ത് നിൽക്കുമ്പോൾ, മറ്റുള്ളവരെ ഞങ്ങളോട് ചേർത്ത് നിർത്തുമ്പോൾ അതിനൊരു പ്രത്യേകമായ അർത്ഥതലമുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾ നാം ഒന്നാണ്, എന്നിട്ട് വേണല്ലോ ലോകം മുഴുവൻ ഒന്നാണെന്ന് പറയാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? അതുപോലെ ഇപ്പൊ ചിലരൊക്കെ പറയണ്ട, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് അത്രേ. കാരണം എന്താ, അതിന്റെ തൊട്ട് പിന്നത്തെ വരി കേട്ടിട്ടുണ്ടോന്നാണ്. അതിന്റെ തൊട്ട് പിന്നുള്ള വരി എന്താ? ഗോ ബ്രാഹ്മണേഭ്യോ സുഖമസ്തു നിത്യം. എന്താ അതിന്റെ അർത്ഥം? പശുവിനും ബ്രാഹ്മണർക്കും സുഖം ഉണ്ടാവട്ടെ, ലോകം മുഴുവന് സുഖായി വരട്ടെ എന്ന്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കയറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഇവിടെ ഉള്ളവർ പറയുക, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഉപ്പിനും കർപ്പൂരത്തിനും മാത്രം വില കയറി, ബാക്കിക്കൊന്നും കയറിയിട്ടില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കയറി എന്ന് പറഞ്ഞാൽ ഉപ്പിനും കർപ്പൂരത്തിന് മാത്രം വില കയറി, ബാക്കിക്കൊന്നും കയറിയില്ല എന്ന് പറയുന്ന പോലെ ഗോ ബ്രാഹ്മണേഭ്യോ സുഖമസ്തു നിത്യം എന്ന് പറഞ്ഞത് അത് വലിയൊരു അപകടമാണ് എന്നാണ്. നമ്മുടെ ഭൗതികതയും ആത്മീയതയും അല്ലെ, നമ്മുടെ ജീവിത മാർഗമായ പശു എന്ന് പറഞ്ഞാൽ മൃഗം, എല്ലാ മൃഗങ്ങളെയും പലപ്പോഴും ഗോ എന്ന് പറയുന്നുണ്ട്. അത് തൊട്ട് വേദേധികാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുരോഹിതന്മാർ വരെ എല്ലാവർക്കും എന്ന അർത്ഥതലത്തിലേക്കല്ല നമ്മൾ പോണത്. ഈ 2 വിഭാഗത്തിന് മാത്രം സുഖം ഉണ്ടായാൽ മതി അല്ലെ? അപ്പോ അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് ആ സുഖം എന്താണെന്ന് നമുക്കൊന്നറിയണ്ടേ? ഗോബ്രാഹ്മണേഭ്യോ സുഖമസ്തു നിത്യം എന്ന് പറഞ്ഞവർക്ക് പൂണോലുണ്ടോ? അല്ലെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നവർക്ക് പൂണോലുണ്ടോ? അല്ലെങ്കിൽ അത് ആരെങ്കിലും കൊടുക്കുന്ന ചരടാണോ എന്ന് അന്വേഷിക്കുമ്പോൾ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞത് അത് തന്നെയല്ലേ? ശങ്കരന്റെ മതമാണ് എൻ്റെ മതം പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ശങ്കരന്റെ മതമാണ് എൻ്റെ മതം അല്ലെ? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവമേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ആഴമേറും നിന്മഹസ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഇതെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ എല്ലാവരും പ്രവർത്തിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യത്തിന് നമുക്ക് ഇനിയും ഒരുപാട് കാലം കാത്തു നിന്നാൽ നമ്മൾ ഇല്ലാത്ത ഒരവസ്ഥ വരും. ആ വല്ലാത്ത കാലഘട്ടത്തെ പറ്റി ഇടയ്ക്കെങ്കിലും നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ മക്കളിലൂടെയാണ് നമുക്കിതൊക്കെ നിലനിർത്താൻ സാധിക്കുക. പിന്നെ നമ്മളൊന്ന് ചിന്തിക്കുക, ഓരോ സദസ്സിൽ ചെല്ലുമ്പോഴും ഇവിടെ കുടുംബ സംഗമമാണ് അല്ലെ നമ്മൾ നടത്തുന്നത്. കുടുംബ സംഗമം ഉണ്ട് നമ്മുടെ ഇതില്. കുടുംബ സംഗമത്തില് ഒരുപാട് കുട്ടികളൊന്നും നമ്മുടെ വീടുകളിൽ ഇപ്പൊ ഇല്ല, എന്നാലും പോട്ടെ, 1 വരെയൊക്കെ കാണുമല്ലോ. അപ്പൊ നമ്മളിവിടെ മൊത്തം വന്നതിൽ ഒരു 25% കുട്ടികളാകണ്ടേ? മൊത്തം വന്നതിന്റെ ഒരു 25% അല്ലേ? അങ്ങനെ ആക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ മക്കളിലേക്ക് ഈ താല്പര്യമൊക്കെ കടന്നു കയറണം. മറ്റൊന്നും അല്ലെ, മറ്റൊരു തൊഴിലിനും പണ്ട് തമാശയ്ക്ക് പറയാറുണ്ട്, കാര്യസ്ഥനോട് രാമൻ നായരോട് ചോദിച്ചു ഇത്ര, ഓരോരുത്തർക്കും ഓരോ പറഞ്ഞിട്ട് തന്റെ ചെറിയ മകന് ഇപ്പൊ TB ആണില്ലേ എന്ന് വെച്ചു. അതെ, അന്ന് ക്ഷയരോഗമുള്ള കാലമാണ്. അപ്പൊ അവനെ വേറെ ഒന്നിനും പറ്റില്ല, പറ്റില്ല, എന്നാ സ്കൂളിൽ പഠിപ്പിച്ചോട്ടെ എന്ന് വെച്ചാൽ മാഷന്മാരെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നാ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചോട്ടെ എന്ന്. അതുപോലെ ഒന്നും കിട്ടാത്തവർക്കുള്ള ആശ്രയമായിട്ട് പൗരോഹിത്യമോ പഠനമോ മാറാതെ ഏറ്റവും മിടുമിടുക്കരായവർ അത്തരം രംഗങ്ങളിലേക്ക് എത്തും എന്ന് ഉറപ്പിക്കാൻ നമുക്കതിലൊരു സ്വാഭിമാനമുണ്ടെങ്കിൽ സാധിക്കില്ലേ? ഇപ്പൊ സാധിക്കുന്നുണ്ട്, ഉറപ്പാ അല്ലെ? പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് പരിചയമുള്ളൊരു പൂജാരി പ്രശസ്തമായൊരു ക്ഷേത്രത്തിലെ വളരെ ചെറുപ്പത്തിൽ തന്നെ അതിൽ പൂജാരിയായിട്ട് കിട്ടി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് കല്യാണം ആലോചിച്ചാൽ പെണ്ണ് കിട്ടണില്ല.
അവസാനം ആള് മിടുക്കനാ. അയാൾ എന്ത് ചെയ്തു? പിന്നെ ശാന്തി വേണ്ട വെച്ചിട്ട് റബ്ബർ ബോർഡിൽ ഒരു ജോലിയൊക്കെ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിൽ ജോലി കിട്ടിയില്ല, ദേ വരുന്ന കല്യാണം പട്ട 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 പട്ടാന്ന് കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മൂപ്പര് ജോലി രാജിവെച്ച് ശാന്തി പണിക്ക് തന്നെ പോയി. ഇത് ജോലി കിട്ടാൻ, കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു താൽക്കാലിക ഇടപാടായിരുന്നു. അപ്പൊ സർക്കാർ ജോലിയോടോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോടോ ഉള്ള താല്പര്യം, ശാന്തിയോടോ മറ്റ് പൗരോഹിത്യങ്ങളോടോ വൈദികതയോടോ നമ്മുടെ മക്കൾക്ക് വരുന്നില്ല എങ്കിൽ അത് കുട്ടിക്കാലത്ത് നമ്മൾ പകർന്നു കൊടുക്കുന്ന ആ സ്വാഭിമാനത്തിന്റെ കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് വിലയുണ്ടാകണം. സ്വിറ്റ്സർലാൻഡിൽ പോയി പഠിക്കും, കാനഡയിൽ പോയി പഠിക്കും, അല്ലെ? എന്തിനേറെ പറഞ്ഞത്, നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോഴാണ് കണ്ണ് തള്ളിപ്പോയത്. എന്താണെന്നറിയാവോ? ഇവിടുത്തെ ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പോയിട്ട് MBBS പഠിക്കണമെന്ന് ഉക്രൈനില്. കാരണം ഇവര് ഞങ്ങളെ സമീപിച്ചപ്പോൾ അതായത് ഞങ്ങളുടെ കാര്യം കല്ലത്തായി, ഞങ്ങൾക്ക് ഇനിയിപ്പോ ഡിഗ്രി എവിടുന്ന് കിട്ടില്ല, ഇവിടെ എന്തെങ്കിലും ചെയ്തു തരണം, എന്നാൽ നിങ്ങളൊന്ന് സംഘടിക്കുന്നു പറഞ്ഞു. ഞങ്ങള് സംഘടിച്ചു നോക്കുമ്പോ 2,000-3,000 ആൾക്കാരാണ് അവര് അവിടെ പഠിക്കണമെന്ന് പറഞ്ഞു. ഇതിന്റെ വരാത്തവരും ഉണ്ടാവും. ഉക്രൈനിൽ വരെ പോയിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ശരി, കാശിയിൽ പോയിട്ട് വേദം പഠിച്ചു വരുന്ന ഒരു കുട്ടി ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും? ഉപരി പഠനാർത്ഥം കാശിയിൽ പോയി വേദം പഠിച്ച് വേദപണ്ഡിതനായി വന്ന് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുമോ? SSLC, +2, ഡിഗ്രി, IAS, IPS അവരൊക്കെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കുകയും വേണം. അവരൊക്കെ നമ്മുടെ താരങ്ങളാണ്, അല്ലേ? ഒപ്പം എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരാളെയും കൂടി ആദരിക്കാൻ കിട്ടുമോ? വേദപണ്ഡിതനായിട്ട് വേദം പഠിച്ച് പോകണ്ടേ? അത് നമുക്കതിൽ അഭിമാനം ഉണ്ടെങ്കിലല്ലേ ഇത് നടക്കൂ. അവര് സർവത്ര ആരാധ്യരാകണം, സർവരാലും നമസ്കരിക്കപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ അത്രയും ബുദ്ധിമുട്ടി അവരിത് പഠിച്ചെടുക്കണമല്ലേ? എല്ലാവരുടെയും ആദരവ് അവർ പിടിച്ചു പറ്റണം. കാര്യമൊക്കെ ശരിയാ. ഒരമ്പലത്തില് മറ്റേ കാല് കഴിച്ചൂട്ട് എന്ന് കണ്ടപ്പോഴേക്കും ഇല്ലേ, നോട്ടീസിൽ കാല് കഴിച്ചു, നോട്ടീസിൽ അത് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് പോട്ടെ, നോട്ടീസിൽ കാല് കഴിച്ചൂട്ട് എന്ന് കണ്ടപ്പോഴേക്കും ദേവസ്വം മന്ത്രി തൊട്ട് ഇങ്ങേ അറ്റത്തുള്ള സാധാരണക്കാരൻ വരെ വട്ടിയും വാളും എടുത്ത്, നമ്മുടെ നാട്ടിൽ അതൊന്നും സംഭവിക്കില്ല, നടക്കാൻ പാടില്ല, കാല് കഴിച്ചൂട്ട് നടക്കാം. ആചാരത്തിൽ ആരാണ് ഈ കടന്നുകൂടുന്നത്? ഈ കാല് കഴിച്ചൂട്ട് പാടുമില്ല, ഗുരുവിനെ പൂജിക്കാൻ പാടുമില്ല, കേസാ. ഗുരുപൂജ നടത്തിയ കേസ്, മാതൃപൂജ നടത്തിയ കേസ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ എന്ന് പറഞ്ഞിടത്ത് ഗുരുവിനെ പൂജിക്കാൻ പാടില്ല, ചടങ്ങിൽ പെടുന്ന കാലഴിച്ചൂട്ട് നടത്താൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? ഇത് നമ്മുടെ വിശ്വാസം എന്താണെന്ന അഭിമാനത്തോടെ സമാജത്തെ പരിചയപ്പെടുത്താനുള്ള നമ്മുടെ മടി കൊണ്ടാണ് മറ്റുള്ളവർ ഇതിലൊക്കെ കയറി ഹെഡ് ചെയ്ത് നാശകോശമാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് ജനിക്കട്ടെ ശങ്കരാചാര്യന്മാർ, ആ കുലൊന്ന് അല്ലേ, അത് വംശനാശം വന്നിട്ടൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും അതായി മാറാൻ, നമുക്ക് ദൈവമായി മാറാന്നല്ലേ നമ്മുടെ കളിച്ച ചെറിയ ലക്ഷ്യമൊന്നല്ല. എങ്ങടാ എത്തേണ്ടത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ളടത്തേക്കാണ് എത്തേണ്ടത്. ഇപ്പൊ തത്വമസിയൊക്കെ എടുത്തിട്ട് അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ട് എന്താണ്? കാശുള്ളവൻ അല്ലെ, അത് നീയാകുന്നു. ആരാകുന്നു? ഡയമണ്ട് സ്വാമിയായിട്ട് കോടികൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവൻ അത് നീയാകുന്നു, അല്ലാത്തവരൊന്നും ഞാനല്ല എന്നുള്ളതാണ് തത്വമസിയുടെ അർത്ഥം എന്നൊക്കെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നമുക്ക് അനുഭവിച്ച അർത്ഥം അതാണ്. കാശുള്ള മാത്രം വരട്ടെ, ഡയമണ്ട് സ്വാമി, മറ്റേ ഗോൾഡൻ സ്വാമി, സിൽവർ സ്വാമി അല്ലെ, അങ്ങനെ അങ്ങനെ കടന്നു വരട്ടെ എന്ന് പറഞ്ഞപ്പോ അയ്യപ്പന് മടുത്തു പോയി. എന്താ സ്വർണത്തിന്റെ അവസ്ഥ എന്ന് അയ്യപ്പൻ ശരിക്കും അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടായേ മതിയാവുള്ളൂ, അല്ലേ? ഏത് പോറ്റുന്നവനാണെങ്കിലും പോറ്റാത്തവനാണെങ്കിലും ടൂള് മാത്രമാണെന്ന് നമുക്കറിയാം. അവിടുന്ന് അഴിച്ചുകൊണ്ട് പോകാൻ ഏതായാലും അദ്ദേഹം കൂട്ടിയാൽ പറ്റില്ല. അപ്പൊ അഴിച്ചു കൊടുത്തവരാരോ ഉണ്ട്, അല്ലെ? അവരിലേക്ക് കൂടിയൊക്കെ അന്വേഷണം എത്തണമെങ്കിൽ തീർച്ചയായും നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും ഒരു വിശ്വാസത്തെ അപമാനിക്കൽ മാത്രമായിരിക്കും ഇവിടെ നടക്കുക. സത്യം പുറത്തു വരില്ല. ഒരു വിശ്വാസത്തെ അപമാനിക്കൽ മാത്രമായിരിക്കും നടക്കുക. നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ശരിയായ വിശ്വാസം, ശരിയായ ആചാരം, അത് സമാജത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം. അയ്യപ്പന്റെ വിഗ്രഹം ഇളക്കിക്കൊണ്ടിട്ട്, ഇപ്പൊ ശബരിമലയിലുള്ള വിഗ്രഹം ഇളക്കിക്കൊണ്ടിട്ട് എന്റെ പൂജാമുറിയിൽ വെച്ചാൽ എനിക്ക് പുണ്യായി എന്ന് കരുതുന്ന വിശ്വാസം, അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം നാട് മുഴുവൻ എഴുന്നള്ളിച്ച് എന്റെ മറ്റേ പൂജാമുറിയിലും കടപ്പറയിലും ഒക്കെ കൊണ്ടുവന്ന കേമായി എന്നൊക്കെ വിശ്വസിക്കണ വിശ്വാസം. അപ്പൊ ഇതൊക്കെ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്നറിയാത്തതിന്റെ അപാകത കൊണ്ടാണ് പലർക്കും ഇടനിലയിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ തട്ടിപ്പാക്കി മാറ്റാൻ സാധിക്കുന്നത്. ദേവസ്വം ബോർഡുകാർക്ക് അതിന് കൂട്ടുനിൽക്കാനും പങ്കുപറ്റാനും, അല്ലെങ്കിൽ അവരായിരിക്കാം സിംഹപങ്കും പറ്റിയിരിക്കുന്നത് സാധിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു അവസ്ഥയിൽ യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ ആചാരം ഇതൊക്കെ സമാജത്തിലേക്ക് എത്തിക്കാനൊക്കെ അത്തരം പരിശ്രമങ്ങൾക്ക് വളരെ കാര്യമായി പ്രവർത്തിക്കുന്ന ഹൈന്ദവ സംഘടനകൾ വിശ്വസിക്കുന്നത് നിങ്ങളെപ്പോലുള്ള സംഘടനകളെയാണ്, നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ സഹകരണമാണ്, നിങ്ങളുടെ പ്രവർത്തനമാണ്. അത് മേലിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും, നേരത്തെ പറഞ്ഞ പോലെ പരശുരാമനാകാനും ശങ്കരാചാര്യരാകാനും നിങ്ങൾ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക്